ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് SCRT 9ാം സ്റ്റാൻഡേർഡിലെ ജീവശാസ്ത്രം ബുക്ക് 1ലെ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാം. ദഹനവും പോഷക സംഭരണവും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരുടെ ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണെങ്കിലും ആരോഗ്യത്തിന് ഭക്ഷണത്തിൽ നാരുകൾ, ജലം എന്നിവയ്ക്ക് പുറമെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിൻ എന്നീ പോഷക ഘടകങ്ങൾ നിർബന്ധമായും അടങ്ങിയിരിക്കണം. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിൻ. അപ്പം നാരുകളും ജലവും മാത്രം പോരാ, പിന്നെ എന്തൊക്കെ വേണം? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിൻ. എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ്. ഫുഡ് പ്ലേറ്റ്. വളർച്ചാ ഘട്ടത്തിലുള്ളവർ സമീകൃത ആഹാരം കഴിക്കേണ്ടത് അനിവാര്യമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പാലുൽപ്പന്നങ്ങളും പയറുവർഗ്ഗങ്ങൾ, മാംസം എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളം വിറ്റാമിനുകൾ, ധാതുക്കൾ, മറ്റു പോഷക ഘടകങ്ങൾ, നാരുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. പഴങ്ങളിലും പച്ചക്കറികളിലും. ആരോഗ്യകരമായ ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ്. അപ്പോൾ ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും, കാൽഭാഗം ധാന്യങ്ങളും, കാൽഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും, ഒരു ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതുമാണ് ഒരു ഫുഡ് പ്ലേറ്റ്. ഇപ്പം എന്താണ്? ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും ആയിരിക്കും, കാൽഭാഗം ധാന്യങ്ങളും, കാൽഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും, ഒരു ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതുമാണ് ഒരു ഫുഡ് പ്ലേറ്റ്. അപ്പം ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് എന്താണ് ദോഷം വരുന്നത്? കലോറി കൂടുതലായിരിക്കും, പക്ഷേ പോഷകമൂല്യം കുറവാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? പോഷകക്കുറവ് ഉണ്ടാകും. അതിലൂടെ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രഭാത ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? കുട്ടികളിൽ ക്ഷീണം, ഉറക്കം തൂങ്ങൽ, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, മറവി തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അപ്പം അതുകൊണ്ട് എപ്പോഴും സമീകൃത ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ലഘുഘടനയുള്ള ജീവികളിൽ നിന്നും സങ്കീർണ ഘടനയുള്ള ജീവികളിലേക്ക് പോകുന്തോറും പോഷണ പ്രക്രിയയും സങ്കീർണമാകുന്നു. അപ്പം ലഘുഘടനയുള്ള ജീവികൾ, അപ്പോൾ ഏകകോശ ജീവിയായ അമീബയിൽ, പിന്നെ ബഹുകോശ ജീവിയായ ഹൈഡ്രയിൽ, ഒരു രണ്ടുപേരുടെയും ദഹനം നടക്കുന്നത്, പോഷക പ്രക്രിയ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ടും വലിയ ജീവികളിലേക്ക് പോകുന്തോറും ദഹനം കൂടുതൽ സങ്കീർണമാവുകയാണ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം അമീബ ആഹാരം കഴിക്കുന്നത്, അമീബ ആഹാര വസ്തുവിനടുത്ത് കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരത്തെ കോശത്തിനുള്ളിലാക്കുന്നു. അമീബ ഏതുപയോഗിച്ചാണ് ആഹാരം കോശത്തിനുള്ളിലാക്കുന്നത്? കപടപാദങ്ങൾ. ഈ കോശത്തിനുള്ളിലായ ആഹാരം ഫുഡ് വാക്യൂളിനുള്ളിലാകുന്നു. എൻസൈമുകൾ ആഹാരത്തെ ദഹിപ്പിക്കുന്നു. കോശ ആന്തരിക ദഹനം. അപ്പൊ ഈ കോശത്തിൽ വെച്ച് എൻസൈമുകൾ എന്ത് ചെയ്യുന്നു? ആഹാരത്തെ ദഹിപ്പിക്കുന്നു. അവശിഷ്ടങ്ങൾ കോശോപരിതലത്തിലൂടെ പുറന്തള്ളുന്നു. അപ്പൊ അമീബയിൽ ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു ആഹാര വസ്തു കണ്ടു കഴിഞ്ഞാൽ കപടപാദങ്ങൾ ഉപയോഗിച്ച് അതിനെ കോശത്തിനുള്ളിലാക്കുന്നു. അത് ആഹാരം ഫുഡ് വാക്യൂളിനുള്ളിലാകുന്നു. ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ ആഹാരത്തെ ദഹിപ്പിക്കുന്നു, ആ കോശത്തിനകത്ത് വെച്ച് തന്നെ. അപ്പോൾ കോശ ആന്തരിക ദഹനം. അവശിഷ്ടങ്ങൾ കോശോപരിതലത്തിലൂടെ പുറന്തള്ളുന്നു. അങ്ങനെയാണെങ്കിൽ ബഹുകോശ ജീവിയായ ഒരു ഹൈഡ്രയിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഹൈഡ്ര ടെന്റിക്കിളുകളുടെ സഹായത്താൽ ഇരയെ മരവിപ്പിച്ച് വായ്ക്കുള്ളിലാക്കുകയും ശരീര അറയിൽ എത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ ടെന്റിക്കിളുകളുടെ സഹായത്തോടെ ഹൈഡ്ര എന്ത് ചെയ്യുന്നു? ഒരു ഇരയെ വായ്ക്കുള്ളിലാക്കുന്നു, ശരീര അറയിൽ എത്തിക്കുന്നു. ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ശരീര അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. അപ്പം അതിന്റെ ശരീര അറയിലുള്ള എൻസൈമുകൾ പ്രവർത്തിച്ച് അവിടെ വെച്ച് ദഹനം ആരംഭിക്കുന്നു. അതിനാണ് കോശ ബാഹ്യദഹനം. കോശത്തിനകത്തായില്ല, കോശ ബാഹ്യദഹനം. കോശത്തിനുള്ളിലെത്തുന്ന ഭാഗികമായി ദഹിച്ച ഘടകങ്ങളെ ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ പൂർണ്ണമായും ദഹിപ്പിക്കുന്നു, കോശ ആന്തരിക ദഹനം. പിന്നീട് എന്ത് ചെയ്യും? ഈ ഭാഗികമായി ദഹിച്ച ഘടകങ്ങളെ ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ പൂർണ്ണമായും ദഹിപ്പിക്കുന്നു, അപ്പോൾ കോശ ആന്തരിക ദഹനം. അപ്പം ഹൈഡ്രയില് കോശബാഹ്യ ദഹനവും നടക്കുന്നുണ്ട്, കോശ ആന്തരിക ദഹനവും നടക്കുന്നുണ്ട്. അവശിഷ്ടങ്ങൾ വായിലൂടെ പുറന്തള്ളുന്നു. അപ്പം ഏകകോശ ജീവിയായ അമീബയിൽ എന്താണ് നടക്കുന്നത്? കോശ ആന്തരിക ദഹനം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. എന്നാൽ ബഹുകോശ ജീവിയായ ഹൈഡ്രയിൽ രണ്ട് തരത്തിലാണ് നടക്കുന്നത്. കോശ ബാഹ്യ ദഹനവും നടക്കുന്നു, കോശ ആന്തരിക ദഹനവും നടക്കുന്നു. അതായത് കോശാന്തരിക ദഹനം ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ, കോശ ബാഹ്യദഹനം എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. അങ്ങനെയാണെങ്കിൽ പലതരത്തിലുള്ള ആഹാരം കഴിക്കുന്ന മനുഷ്യനിലെ ദഹനം എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ദഹനം സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആകിരണത്തിനായി ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയ, അതാണ് ദഹനം എന്ന് പറയുന്നത്. അപ്പൊ സങ്കീർണമായ ആഹാരം, നമ്മൾ പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പൊ ആ ആഹാരങ്ങളെയെല്ലാം
ആഗിരണത്തിനായി ചെറിയ ചെറിയ കണങ്ങൾ ലഘു ഘടകങ്ങളാക്കുന്നു. അതിനെ കോശത്തിലേക്ക് വലിച്ചെടുക്കത്തക്ക രീതിയിൽ ഉള്ള ഘടകങ്ങളാക്കുന്നു. അപ്പൊ അതിനെയാണ് ദഹനം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം കോശത്തിലേക്ക് എങ്ങനെയാണ് പിന്നെ സാധനങ്ങൾ എത്തുന്നതെന്ന്. ജലം, വായു, അതുപോലെയുള്ള മറ്റ് ഗ്ലൂക്കോസ് എല്ലാം കോശത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. അപ്പം എന്ത് ചെയ്യും? നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ സങ്കീർണമായ ആഹാര ഘടകങ്ങളെ എന്ത് ചെയ്യും? ആഗിരണത്തിനായിട്ട് ലഘു ഘടകങ്ങളാക്കുന്നു. അതിന് രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കും. യാന്ത്രിക ദഹനവും മെക്കാനിക്കൽ ഡൈജഷൻ. അതായത് മെക്കാനിക്കൽ ഡൈജഷൻ, രാസിക ദഹനം, കെമിക്കൽ ഡൈജഷൻ. അപ്പൊ യാന്ത്രിക ദഹനം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ആദ്യം കിട്ടുന്നത് എങ്ങനെയെങ്കിലും ചവച്ചെടുക്കുക അല്ലയോ. രാസിക ദഹനം ആകുമ്പോഴാണ് അതിനകത്ത് എൻസൈമുകളുടെയൊക്കെ പ്രവർത്തനം വരുന്നത്. അപ്പൊ നോക്കാം നമുക്ക്. യാന്ത്രിക ദഹനം, മെക്കാനിക്കൽ ഡൈജഷൻ. ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുന്നു. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ എന്ത് ചെയ്യണം? ചെറു കണികകളാക്കി മാറ്റുന്നു. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയും ഇത് സാധ്യമാകുന്നു. അപ്പൊ നമ്മൾ ആദ്യം ആഹാരം വായിലൂടെ കഴിക്കുന്നു, പിന്നെ കട്ടിയുള്ള എന്തെങ്കിലും ചോറ് കഴിക്കുന്നു, ചോറ് നമ്മൾ ചവച്ചരയ്ക്കുന്നു. അത് വീണ്ടും പിന്നെ അന്നനാളത്തിൽ കൂടെ ആമാശയത്തിലെത്തുമ്പോൾ അവിടുത്തെ ചലനങ്ങൾ വഴി, ചെറുകുടലിലെ ചലനങ്ങൾ വഴി ഒന്നും കൂടെ അതിനെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. പിന്നീട് വരുന്നത് രാസിക ദഹനമാണ്. ഈ കുഴമ്പ് രൂപത്തിലായ ആഹാരത്തിനെ അതിനകത്ത് ദഹന രസങ്ങളൊക്കെ കലർത്തി അതിൽ നിന്നുള്ള പോഷകഘടകങ്ങൾ എടുക്കുന്നു. അതാണ് രാസിക ദഹനം എന്ന് പറയുന്നത്. കെമിക്കൽ ഡൈജഷൻ. ദഹനരസത്തിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷകഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നു. അപ്പൊ ചോറ് കഴിക്കുന്ന അതുപോലെ തന്നെ അങ്ങ് വിഴുങ്ങുവാണെങ്കിൽ അതിനകത്ത് പോഷകങ്ങളെല്ലാം വലിച്ചെടുക്കാൻ പറ്റില്ല. ചോറല്ല, എന്ത് കാര്യങ്ങളും കഴിച്ചാൽ. വിഴുങ്ങുവാണെങ്കിൽ ഇതുപോലെ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ആഹാര സാധനങ്ങൾ എന്ത് കഴിച്ചാലും അത് നല്ലോണം ചവച്ചരച്ച് വേണം കഴിക്കാൻ. ഇനി അയവിറക്കലിന് പിന്നിൽ, അപ്പൊ പശുക്കളുടെ അയവിറക്കൽ, പശുക്കൾ പിന്നെ വിശ്രമിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കും. അതാണ് അയവിറക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ആ അയവിറക്കൽ എന്താണ് അങ്ങനെ നടക്കുന്നത്? വിശ്രമിക്കുമ്പോഴും പശുക്കൾ തുടർച്ചയായി ചവയ്ക്കുന്നു. ഇവയുടെ ആമാശയത്തിന് 4 അറകളാണുള്ളത്. അപ്പൊ പശുവിന്റെ ആമാശയത്തിൽ 4 അറകളുണ്ട്. ഏതൊക്കെയാണത്? റൂമൻ, റെക്ടിക്കുലം, ഓമാസം, അപോമാസം. റൂമൻ, റെക്ടിക്കുലം, ഓമാസം, അപോമാസം. ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ റൂമനിലും റെക്ടിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു. അപ്പൊ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ, സസ്യങ്ങളിലുള്ള സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് തുടങ്ങിയ ഘടകങ്ങളെ റൂമനിലും റെക്ടിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളാണ് വിഘടിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ പച്ചിലകൾ കഴിച്ചു കഴിഞ്ഞാൽ സെല്ലുലോസും ഒന്നും ദഹിപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ വയറിനകത്തില്ല. പക്ഷേ പശുക്കളിലാണെങ്കിൽ സെല്ലുലോസ്, ഹെമിസെല്ലുലോസ് ഒക്കെ പിന്നെ വിഘടിപ്പിക്കും. ഏതാണ്? റൂമനിലും റെക്ടിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ. റൂമനിൽ താൽക്കാലികമായി സംഭരിക്കുന്ന ഈ ആഹാരം തിരികെ വായിലെത്തി വീണ്ടും ചവച്ചരയ്ക്കപ്പെടുന്നതോടെ ദഹന പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. അപ്പൊ അങ്ങനെ ഈ റൂമനിൽ ഈ എൻസൈമുകൾ വിഘടിപ്പിച്ച് പകുതി ദഹിപ്പിച്ച ഈ ആഹാരം റൂമനിൽ താൽക്കാലികമായിട്ട് സംഭരിക്കുന്നു. ഇത് വീണ്ടും വായിലെത്തി വീണ്ടും ചവച്ചരയ്ക്കപ്പെട്ട് ദഹന പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. അതാണ് അയവിറക്കലിന് പിന്നിലുള്ളത്. ഇനി വായ്. പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. ചവച്ചരയ്ക്കൽ പ്രക്രിയയെ നാക്ക്, ഉമിനീർ എന്നിവ സഹായിക്കുന്നു. നാക്ക്, ഉമിനീർ. വിവിധതരം പല്ലുകളും അവയുടെ ധർമ്മവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബാഹ്യഘടനയിൽ വ്യത്യാസമുണ്ടെങ്കിലും ആന്തരഘടനയിൽ പല്ലുകൾക്ക് സാമ്യതകളുണ്ട്. അപ്പം ബാഹ്യമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ പല്ലുകളെല്ലാം വ്യത്യാസമാണ്, പക്ഷേ ആന്തരഘടനയെല്ലാം ഒരുപോലെയാണ്. അപ്പൊ പല്ലിന്റെ ഘടന എന്താണെന്ന് നോക്കാം. ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമൽ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ഇനാമൽ. പല്ലിന്റെ പുറം കവചം നിർജീവം. പല്ലിന്റെ പുറം കവചമാണ് ഇനാമൽ എന്ന് പറയുന്നത്. നിർജീവമാണ്, ജീവനില്ല. ഡെൻഡൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല, അതിന് അടിയിലുള്ളതാണ്, അതിന്റെ അകത്തോട്ടുള്ളതാണ് ഡെൻഡൻ എന്ന് പറയുന്നത്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ്. ഡെൻഡന് ജീവനുണ്ട്. അത് കഴിഞ്ഞിട്ട് പൾപ്പ് ക്യാവിറ്റി. പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം പൾപ്പ് എന്ന മൃദുവായ യോജക കല കാണപ്പെടുന്നു.
രക്തക്കുഴലുകൾ, നാഡികൾ, ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു പൾപ്പ് ക്യാവിറ്റിയിൽ. സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജകകല. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജകകല. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ് ആൻസർ? സിമന്റം. ഇനി ആമാശയം. ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്നു. അപ്പൊ ആമാശയ പേശികളുടെ ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആമാശയ പേശികളുടെ ശക്തമായ ചലനം എന്താണ്? പെരിസ്റ്റാൾസിസ്. ചെറുകുടലിൽ, അടുത്തത് ചെറുകുടലാണ്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ. ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു. ഏതാണ്? പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ. ചെറുകുടലിൽ നടക്കുന്ന രണ്ട് ചലനങ്ങളാണ് പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ. അപ്പോൾ യാന്ത്രിക ദഹനം നടക്കുന്നത് എവിടെയൊക്കെയാണ്? വായ, ആമാശയം, ചെറുകുടൽ. ഇനി വിഴുങ്ങൽ. വിഴുങ്ങുന്ന കാണിച്ചേക്കുന്നു. നാക്ക് ആഹാരത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. നാക്കിന്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു. അപ്പൊ ഇങ്ങനെ ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു. അങ്ങനെ അടഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കഴിക്കുന്ന ആഹാരം ശ്വാസകോശത്തിലേക്ക് കയറും. പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആഹാര സാധനങ്ങൾ ശ്വാസകോശത്തിനുള്ളിലേക്ക് സംഭവിക്കാം. ഇനി എങ്ങനെയാണ് ദഹനം വ്യവസ്ഥ, നമ്മുടെ ദഹന വ്യവസ്ഥ എന്താണെന്ന് ആണ് അടുത്തത് പറയുന്നത്. വായ്. ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീറിലെ സലൈവറി അമിലേസ്. ഉമിനീറിലെ എൻസൈമാണ് സലൈവറി അമിലേസ്. സലൈവറി അമിലേസ് അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നു. അപ്പൊ സലൈവറി അമിലേസ് ഉള്ളത് കൊണ്ട് അന്നജത്തിന് ദഹനം നടക്കുന്നു. പിന്നെ ഉമിനീരില് ലിപ്പേസും ലൈസോസോമും ഉണ്ട്, അതിന്റെ കാര്യം ഇവിടെ പറയുന്നില്ല. ഇനി അന്നനാളം, ഈസോഫാഗസ്. പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്നു. അപ്പൊ നമ്മളൊരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ അതിനകത്ത് പകുതി ദഹനം അവിടെ നടക്കും. ദഹനത്തിന്റെ ഫസ്റ്റ് ഘട്ടം, ആദ്യത്തെ ഘട്ടം നടക്കുന്നത് വായ്ക്കകത്താണ്. അതിനുശേഷം ആ ആഹാരം താഴോട്ട് പോകുന്നത് എങ്ങനെയാണ്? പെരിസ്റ്റാൾസിസ് എന്ന ചലനം മൂലമാണ്. അന്നനാളത്തിന്റെ പെരിസ്റ്റാൾസിസ് എന്ന ചലനം മൂലം ആഹാരം താഴേക്ക് ആമാശയത്തിലേക്ക് പോകുന്നു. ആമാശയം, സ്റ്റൊമക്ക്. ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. എന്താണ് ചെയ്യുന്നത്? രോഗാണുക്കളെ നശിപ്പിക്കുന്നു. പിന്നീട് pH ക്രമീകരിക്കുന്നു. അപ്പൊ വയറിനകത്തെ pH ക്രമീകരിക്കുകയും പിന്നെ രോഗാണുക്കളെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആരാണ്? ആമാശയ രസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇതിലെ എൻസൈമുകളായ പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. അപ്പൊ ആമാശയത്തിലുള്ള എൻസൈമാണ് പെപ്സിൻ. പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ, അപ്പൊ പിന്നെ ലിപ്പേസുകളും ഉണ്ട്. ലിപ്പേസുകൾ കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നു. അപ്പൊ ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പും എണ്ണകളുമാണ് അല്ലേ? നേരത്തെ പഠിച്ചു. അപ്പൊ ലിപ്പേസുകൾ എന്താണ് ചെയ്യുന്നത്? കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. അപ്പം ആമാശയത്തിൽ ഒരു വഴുവഴുപ്പുള്ള ഒരു ദ്രാവകമുണ്ട്. ഈ ദ്രാവകത്തിന്റെ ധർമ്മം എന്താണ്? അതാണ് ശ്ലേഷ്മം. ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. അപ്പൊ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നല്ല ശക്തമായ ആസിഡുകളാണ്. അപ്പൊ അതിന്റെയൊക്കെ പ്രവർത്തനം ആമാശയ ഭിത്തി, ഇതൊന്നും ഇല്ല, ശ്ലേഷ്മം ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആമാശയ ഭിത്തിയൊക്കെ പൊള്ളി അങ്ങനെ പരിക്കുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. ഇനി ആമാശയം കഴിഞ്ഞിട്ട് എന്താണുള്ളത്? ചെറുകുടലാണ്. ചെറുകുടലാണ് ഈ കാണുന്നത്. കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. അപ്പം കരള്, പാൻക്രിയാസ് തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ എവിടെ എത്തുന്നു? ചെറുകുടലിൽ എത്തിയിട്ട് ദഹനത്തെ സഹായിക്കുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. അപ്പൊ ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റുകൾ, സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘു ഘടകങ്ങളായ
ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കുന്നു. അപ്പോൾ എന്താണ് ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസിന്റെ ധർമ്മം എന്താണ്? അതിനകത്തുള്ള വിവിധ കാർബോഹൈഡ്രേറ്റുകൾ എന്ത് ചെയ്യുന്നു? സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളെയൊക്കെ ലഘു ഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് തുടങ്ങിയവയൊക്കെ ആക്കി മാറ്റുന്നു. പ്രോട്ടീയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കുന്നു. അപ്പോൾ പ്രോട്ടീയേസുകൾ, ചെറുകുടലിലുള്ള പ്രോട്ടീയേസുകൾ എന്താണ് ചെയ്യുന്നത്? പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ലഘു പോഷക ഘടകങ്ങൾ ജലം, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. അപ്പം ജലം, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെയൊക്കെ ആഗിരണം എവിടെ വെച്ചാണ് നടക്കുന്നത്? ചെറുകുടലിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പം ഇനി അടുത്തത് വൻകുടലാണ്, ലാർജ് ഇൻറ്റെസ്റ്റൈൻ. എന്താണ്ട് ഈ കാണിച്ചിരിക്കുന്നതാണ് വൻകുടൽ. ദഹന വിധേയമാകാത്ത ആഹാര സാധനങ്ങൾ, അപ്പോൾ ദഹിക്കാതെ കിടക്കുന്ന വേറെ ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും? എവിടെ എത്തുന്നു? വൻകുടലിൽ എത്തുന്നു. അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചാണ്. പിന്നീട് അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം എവിടെ നിന്നാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? വൻകുടലിൽ വെച്ച് ഈ ജലവും ലവണങ്ങളും ഉണ്ടെങ്കിൽ ആഗിരണം ചെയ്യും. ഇവിടെയുള്ള ചില ബാക്ടീരിയകൾ, ഇപ്പോൾ വൻകുടലിലുള്ള ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെ, ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ വൻകുടലിലെ ബാക്ടീരിയകൾ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? വിറ്റാമിൻ കെ, ബി കോംപ്ലക്സ് തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്നു. ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു. അപ്പോൾ ഇതാണ് ദഹനം. ഇനി പാൻക്രിയാസും കരളുമുണ്ട്. അപ്പോൾ കരളിന്റെ ധർമ്മം എന്താണ്? പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു. പിത്തരസത്തിൽ എൻസൈമുകളില്ല. ഇത് പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ കരളിന്റെ ധർമ്മം എന്താണ്? പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു. ഇത് പക്വാശയത്തിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു? കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. ഇനി പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. അപ്പം ഇതിലെ പാൻക്രിയാറ്റിക് ആമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. അപ്പൊ ഇതിനകത്തെ പാൻക്രിയാറ്റിക് ആമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ്? പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ എന്താണ് ചെയ്യുന്നത്? കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കുന്നു. അപ്പൊ ലിപ്പേസിന്റെ ധർമ്മം എന്താണ്? കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കുന്നു. പിന്നെ പാൻക്രിയാറ്റിക് അമിനേസ് അന്നജത്തെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസ് കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. അപ്പൊ ഇതാണ് ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് മനുഷ്യനിൽ പൂർണ്ണമായും കോശ ബാഹ്യദഹനമാണ് നടക്കുന്നത്. ചെറുകുടലിൽ വെച്ച് ദഹനം പൂർണ്ണമാവുകയും ലഘു ഘടകങ്ങളുടെ ആഗിരണം മുഖ്യമായും നടക്കുകയും ചെയ്യുന്നു. ചെറുകുടലിൽ ഇതിനാവശ്യമായ ഘടനാപരമായ പ്രത്യേകതകൾ, അപ്പൊ അതൊക്കെ എന്താണെന്ന് നോക്കാം നമുക്ക്. ലഘുപോഷകങ്ങളുടെ ആഗിരണം 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്ററോളം വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതുമായ പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ. അപ്പൊ ചെറുകുടൽ എന്ന് പറയുന്നത് 6 മീറ്ററോളം നീളമുണ്ട്, 2.5 സെന്റിമീറ്ററോളം വ്യാസമുണ്ട്, നീണ്ടു ചുരുണ്ട് പേശി നിർമ്മിതവുമാണ്. ഇതിന്റെ ആദ്യ ഭാഗമാണ്. അപ്പൊ ചെറുകുടലിന്റെ ആദ്യ ഭാഗത്തിന് പറയുന്ന പേരാണ് പക്വാശയം എന്ന്. ചെറുകുടലിന്റെ സവിശേഷ ഘടന ദഹനത്തിനും ആഗിരണ പ്രക്രിയയ്ക്കും ഏറെ സഹായകമാണ്. ഉൾഭിത്തിയിലുടനീളം വിരൽ പോലെയുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇവയാണ് വില്ലസുകൾ. അപ്പൊ ചെറുകുടലിന്റെ ഉൾഭിത്തിയിൽ വിരൽ പോലെയുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇതിന് പറയുന്ന പേരാണ് വില്ലസുകൾ. ഇവ ചെറുകുടലിലെ ആഗിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. അപ്പൊ വില്ലസിന്റെ ഘടന ഇതിന് ആഗിരണത്തിന് എത്രത്തോളം അനുയോജ്യമാണെന്ന് നോക്കാം നമുക്ക്. വില്ലസ് ആണ്, ഒരു വില്ലസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള അനേകം വില്ലസുകൾ നിറഞ്ഞതാണ് ചെറുകുടലിന്റെ ഉൾഭിത്തി. അപ്പൊ അതിനകത്ത് അതിന്റെ പുറഭാഗം എന്ന് പറയുന്നത് ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങളാണ്. പോഷക ആഗിരണത്തിനായുള്ള പ്രാഥമിക പ്രതലമാണത്. രക്തലോമികകൾ, അപ്പൊ അതിന്റെ അകത്തായിട്ട്, ആ വിരലിന്റെ അകത്തായിട്ട് എന്താണ് കാണുന്നത്? രക്തലോമികകളാണ്.
ഒരു ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് ലോമികകളെ രൂപപ്പെടുത്തുന്നു. ലോമികകൾ കൂടിച്ചേർന്ന് സിരയായി പുറത്തു പോകുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു. ഈ സിരകൾ രക്തലോമികകൾ എന്താണ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ തുടങ്ങിയവയെ ആഗിരണം ചെയ്യുന്നു. അപ്പോൾ അത് ആഗിരണം ചെയ്തിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും. ലാക്റ്റിയൽ, ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ലാക്റ്റിയൽ എന്ന് പറയുന്നത്. ലിംഫ് വാഹിനിയുടെ ശാഖ ഇതിലെ ലിംഫിലേക്ക് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു. അപ്പോൾ ഈ ലാക്റ്റിയലിലേക്ക് എന്താണ് ആഗിരണം ചെയ്യുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഈ ലാക്റ്റിയലിലാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. രക്തലോമികകളിലോ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ ഇതാണ് രക്തലോമികകൾ ആഗിരണം ചെയ്യുന്നത്. അപ്പോൾ ഈ പോഷക ഘടകങ്ങളെ വില്ലസിലെ രക്തത്തിലേക്കും ലിംബിലേക്കുമാണ് ആഗിരണം ചെയ്യുന്നത്. അപ്പം ഈ പോഷക ഘടകങ്ങളുടെ സമഹരണത്തിന് രക്തവും ലിംബും ഒക്കെ എങ്ങനെയാണ് സഹായിക്കുന്നത്, എപ്രകാരമാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. അപ്പം രക്തവും ലിംബും, രക്തത്തിൽ 2 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? പ്ലാസ്മയും രക്തകോശങ്ങളും. 55% പ്ലാസ്മയും ബാക്കി 45% രക്തകോശങ്ങളുമാണ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്മയിൽ എന്തൊക്കെയാണുള്ളത്? ജലവും പ്രോട്ടീനുകളും മറ്റു ഘടകങ്ങൾ. പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ. അടുത്ത രക്തകോശങ്ങൾ. രക്തകോശങ്ങളിൽ എന്തൊക്കെയാണുള്ളത്? ചുവന്ന രക്തകോശങ്ങൾ, റെഡ് ബ്ലഡ് സെൽസ്, വെളുത്ത രക്തകോശങ്ങൾ, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്. ഇതാണ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത്. ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നത് ഏതാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ്സുകളാണ്. അപ്പോൾ ഇനി പഠിക്കുന്നത് മനുഷ്യനിൽ രക്തവും കോശവും തമ്മിൽ പദാർത്ഥങ്ങളുടെ വിനിമയം നടക്കുന്നത് എങ്ങനെയാണെന്ന്. പദാർത്ഥ കൈമാറ്റൽ, കോശങ്ങൾക്കിടയിലുള്ള ദ്രവത്തിന്റെ പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, കഴിഞ്ഞ ചാപ്റ്ററിലും. അപ്പം അത് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നാണ് നമുക്ക് പഠിക്കുന്നത്, ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത്. അതായത് ടിഷ്യൂ ദ്രവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതാണ് ഇനി പഠിക്കുന്നത്. അപ്പം നോക്കാം. ടിഷ്യൂ ദ്രവം. ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്നു. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം. കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. അപ്പം എങ്ങനെയാണ് ടിഷ്യൂ ദ്രവം ഉണ്ടാകുന്നത്? ലോമികകളിലൂടെ. ലോമികകളാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ലോമികകൾ. അപ്പം ഈ ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലോമിക ഭിത്തിയിൽ ചെറിയ സുഷിരങ്ങൾ, ചെറിയ അരിപ്പ പോലെയുള്ള ചെറിയ സുഷിരങ്ങളുണ്ട്. അപ്പം ഈ സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്നു. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. അപ്പം ഈ ടിഷ്യൂ ദ്രവമാണ് എന്ത് ചെയ്യുന്നത്? പദാർത്ഥ കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അത് പഠിച്ചായിരുന്നു. ഈ ലിംബ്. ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം ലിംബ് ലോമികകളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം എങ്ങോട്ട് പോകുന്നു? ഈ ലിംബ് ലോമികകൾ. അപ്പോൾ ഇതാണ് പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നത് ലിംബ് ബാക്കി ലോമികകളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ലിംബ്. ലിംബിലൂടെയാണ് കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ലിംബ് ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം എങ്ങോട്ട് പോകുന്നു? ഈ ലിംബ് ലോമികളിലേക്ക് കയറുന്നു. ഇതിന്റെ കുറച്ച് ഭാഗം ഇതിനകത്തോട്ട് കയറുന്നു. അപ്പോൾ ഇതാണ് ലിംബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിംബിലൂടെയാണ് കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ കൊഴുപ്പ് വിഘടിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ദഹിപ്പിക്കുമ്പോൾ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും സംവഹനം ചെയ്യപ്പെടുന്ന ഇതിലേക്കൂടെയാണ്? ലിംഫിലൂടെയാണ്. ഇനി ലിംഫ് വ്യവസ്ഥ, ലിംഫതറ്റിക് സിസ്റ്റം. ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലീൻ, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ. ലിംഫിൽ ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ലിംഫ് വ്യവസ്ഥയുടെ മുഖ്യ പങ്ക് എന്താണ്? എവിടെയാണ് വഹിക്കുന്നത്? രോഗപ്രതിരോധത്തിൽ. അപ്പം രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ആരാണ്? ലിംഫ് വ്യവസ്ഥകളാണ്. ലിംഫ് വ്യവസ്ഥയാണ് രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഇനി പഠിക്കുന്നത് ധമനി, ലോമിക, സിര ഇവയെ കുറിച്ചാണ്. ധമനി എന്ന് പറഞ്ഞാൽ എന്താണ്?
കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. അപ്പൊ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നത് ആരാണ്? ധമനികളാണ്. അതിന്റെ പ്രത്യേകത കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തിയാണ്. രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഇനി വരുന്നത് ലോമിക അഥവാ കാപ്പിലറിയാണ്. ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. അപ്പൊ എന്താണ് ലോമികയുടെ ധർമ്മം? രക്തത്തിലെ ദ്രാവക ഭാഗം ഊർന്നിറങ്ങി ടിഷ്യൂ ദ്രവം ഉണ്ടാകുന്നതാണ് ലോമികകളുടെ ധർമ്മം. സ്ഥിര വെയിൻ കട്ടി കുറഞ്ഞ ഭിത്തി രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. വാൽവുകൾ കാണപ്പെടുന്നു. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. അപ്പൊ ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നത് ആരാണ്? സിരയാണ്, വെയിനാണ്. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നതോ ധമനി അഥവാ ആർട്ടറിയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി വരുന്നത് പോർട്ടൽ സിരകൾ. ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിനു പകരം അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ. ചെറുകുടലിൽ നിന്നും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിലെത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിന് ഉദാഹരണമാണ്. അപ്പൊ പോർട്ടൽ സിരകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ സിരകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഹൃദയത്തിലേക്ക് രക്തം നേരിട്ട് എത്തിക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തത്തെ കൊണ്ടുപോകുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന സിര ഏതാണ്? പോർട്ടൽ സിര. ചെറുകുടലിൽ നിന്നും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിന് ഉദാഹരണം. അപ്പൊ ഇതിന് ഉദാഹരണം ഏതാണ്? പോർട്ടൽ സിരയ്ക്ക് ഹെപ്പാറ്റിക് പോർട്ടൽ സിര. ചെറുകുടലിൽ നിന്നും രക്തത്തിലേക്കും ലിംബിലേക്കും ആഗിരണം ചെയ്യപ്പെട്ട പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നത് എപ്രകാരമായിരിക്കും? അതാണ് ഇനി അടുത്ത് പറയുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. കരളിൽ നിന്നും പോഷക ഘടകങ്ങൾ അടങ്ങിയ രക്തം ഹെപ്പാറ്റിക് സിര വഴി ഹൃദയത്തിലെത്തുന്നു. കരളിൽ നിന്നും പോഷകങ്ങൾ അടങ്ങിയ രക്തം എങ്ങോട്ട് പോകുന്നു? ഹെപ്പാറ്റിക് സിര. അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് പോകുന്നതാണ് ഹെപ്പാറ്റിക് സിര എന്ന് പറയുന്നത്, അല്ല പോർട്ടൽ സിര എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി രക്തം എവിടെ എത്തുന്നു? ഹൃദയത്തിലേക്ക് എത്തുന്നു. ഹെപ്പാറ്റിക് സിര, പോർട്ടൽ സിര. അപ്പൊ രണ്ടും ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഉദാഹരണം അല്ലേ? പോഷക ഘടകങ്ങൾ വില്ലസിലെ രക്തലോമികളിൽ നിന്നും പോർട്ടൽ സിര വഴി കരളിലെത്തുന്നു. അപ്പൊ ഇവിടുന്ന് വില്ലസിൽ നിന്നും ഈ രക്തലോമികളിൽ നിന്നും വില്ലസിലെ രക്തലോമികളിൽ നിന്നും പോർട്ടൽ സിര, അപ്പൊ പോർട്ടൽ സിര വഴിയാണ് ഈ പോഷകങ്ങൾ കരളിലെത്തുന്നത്. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഹെപ്പാറ്റിക് സിര വഴി പോഷകങ്ങൾ അടങ്ങിയ രക്തം ഹൃദയത്തിലേക്ക് എത്തുന്നു. പിന്നീട് എന്താണ്? പോഷക ഘടകങ്ങൾ വില്ലസിലെ ലാക്റ്റിയയിലൂടെ ചെറു ലിംഫുവാഹികളിലേക്ക്. അപ്പൊ ഇത് പോഷക ഘടകങ്ങൾ പിന്നെന്തോ വില്ലസിലെ ലാക്റ്റിയയിലൂടെ ലിംഫുവാഹിയിലേക്ക് എത്തുന്നു. ചെറു ലിംഫുവാഹികളിൽ നിന്നും വലിയ ലിംഫുവാഹികളിലൂടെ ഹൃദയത്തിലെത്തുന്നു. അങ്ങനെയൊക്കെയാണ് പോഷകങ്ങൾ ഹൃദയത്തിലേക്ക് എത്തുന്നത്. ഇനി ഹൃദയം. ഔരസാശയത്തിൽ അല്പം ഇടത്തോട്ട് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഒരു അവയവമാണ് ഹൃദയം. കാണിച്ചിട്ടുണ്ട് ഹൃദയം. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരിക്കാർഡിയം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലത്തിന്റെ പേര് പെരിക്കാർഡിയം. ഈ സ്ഥലങ്ങൾക്കിടയിലെ പെരിക്കാർഡിയൽ ദ്രവം ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ഹൃദയ സ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിലെ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് പെരിക്കാർഡിയോ എന്ന് പറഞ്ഞാൽ? ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ്. അപ്പൊ ഇതിനിടയിൽ എന്തുണ്ടാവും? പെരിക്കാർഡിയൽ ദ്രവമുണ്ട്. അപ്പൊ അതിന്റെ ധർമ്മം എന്താണ്? ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഹർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതാണ് പെരിക്കാർഡിയൽ ദ്രവത്തിന്റെ ധർമ്മം. ഇനി പറയുന്നത് ഹൃദയത്തിലെ അറകളെ കുറിച്ചാണ്. ഏതാണ് അറകള്? ഹൃദയത്തിലെ അറകൾ 4 അറയാണ് ഹൃദയത്തിനുള്ളത്. ഏതൊക്കെയാണ്? വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. ഹൃദയത്തിലെ അറകൾ 4 എണ്ണമാണ്. വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. ഓരോന്നും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് വലത് ഏട്രിയം, വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ,
ഇടത് വെൻട്രിക്കിൾ. ഇനി പറയുന്നത് ഹൃദയസ്പന്ദനം, ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഇവ പൂർത്തിയാക്കുന്നതിന് 0.8 സെക്കൻഡ്, ഒരു ഹാർട്ട് ബീറ്റ് പൂർത്തിയാക്കാൻ, ഹൃദയസ്പന്ദനം പൂർത്തിയാക്കാൻ 8 സെക്കൻഡ് സമയമാണ് ആവശ്യമുള്ളത്. ഒരു കാർഡിയാക് സൈക്കിളാണ് ഒരു ഹൃദയസ്പന്ദനം എന്നറിയപ്പെടുന്നത്. അപ്പം ഇവിടെ കാർഡിയാക് സൈക്കിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ജോയിന്റ് ഡയസ്റ്റോൾ, ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, ജോയിന്റ് ഡയസ്റ്റോൾ. അവൻ എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിയാക് സൈക്കിളാണ് ഒരു ഹൃദയ സ്പന്ദനം എന്ന് പറയുന്നത്. ഹൃദയപേശികളുടെ താളാത്മകമായ സങ്കോചവും പൂർവസ്ഥിതി പ്രാപിക്കലുമാണ് ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നത്. ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലെ എസ് എ നോഡ് എന്ന ഭാഗമാണ്. ഏതാണ്? എസ് എ നോഡ്. ഹൃദയ സങ്കോചങ്ങൾക്ക് ആവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു എസ് എ നോഡ്. ഇത് പേസ് മേക്കർ എന്നും അറിയപ്പെടുന്നു. പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നതാണ് എസ് എ നോഡാണ്. എന്തുവാണ് അതിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ? ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. അതാണ് പേസ് മേക്കറിന്റെ ധർമ്മം. ഇലക്ട്രോ കാർഡിയോഗ്രാം. ഹൃദയം സ്പന്ദിക്കുമ്പോൾ ഹൃദയഭിത്തികളിൽ അനുഭവപ്പെടുന്ന വൈദ്യുത തരംഗങ്ങൾ ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കുന്നതാണ് ECG അഥവാ ഇലക്ട്രോ കാർഡിയോഗ്രാം. ECG ഹൃദയത്തിന്റെ പ്രവർത്തന വൈകല്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നോർമൽ ആയിട്ടുള്ളൊരു ഹൃദയത്തിന്റെ ഗ്രാഫ്, വൈദ്യുത തരംഗങ്ങളുടെ ഗ്രാഫ്. അപ്പോൾ ഇതിലെന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? ഹൃദയത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പം അതിനാണ് ECG എടുക്കുന്നത്. ഇനി പൾസ്. പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ വലത് കൈയിലെ ചൂണ്ടുവിരലും നടുവിരലും ഇടത് കൈ തണ്ടയിൽ അമർത്തിപ്പിടിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു സ്പന്ദനം നമുക്ക് അനുഭവപ്പെടുകയാണ് പൾസ് എന്ന് പറയുന്നത്. എന്താണ് പൾസ് എന്ന് പറയുന്നത്? വലത് കൈയിലെ ചൂണ്ടുവിരലും നടുവിരലും ഇടത് കൈത്തണ്ടയിൽ ഇങ്ങനെ അമർത്തിപ്പിടിക്കുമ്പോൾ ഒരു സ്പന്ദനം നമുക്ക് അനുഭവപ്പെടുന്നു. ഇതിനെയാണ് പൾസ് എന്ന് പറയുന്നത്. ധമനികളിലെ മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവസ്ഥിതി പ്രാപിക്കുമ്പോഴും ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിന് പറയുന്ന പേരാണ് രക്തസമ്മർദ്ദം. അപ്പം ഹൃദയം സങ്കോചിക്കുമ്പോഴും വിശ്രമാവസ്ഥയിൽ എത്തുമ്പോഴും രണ്ട് തരത്തിലുള്ള മർദ്ദമായിരിക്കും ധമനികൾ അനുഭവപ്പെടുന്നത്. അതാണ് സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. സിസ്റ്റോൾ, ഹൃദയത്തിന്റെ പ്രവർത്തനം. സിസ്റ്റോൾ, ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലി രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് എത്രയായിരിക്കും? 120 ആയിരിക്കും മർദ്ദം. ഇതിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയം സങ്കോചിക്കുമ്പോൾ എത്രയാണ് പ്രഷർ വരുന്നത്? 120 ആണ്. ഡയസ്റ്റോൾ, ഹൃദയം പൂർവസ്ഥിതി പ്രാപിക്കുമ്പോൾ ഏകദേശം 70 മില്ലി രക്തം ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അതാണ് ഡയസ്റ്റോളിക് പ്രഷർ. അത് 80 ആണ്. അപ്പോൾ 120 80 ആണ് പ്രഷർ എന്ന് പറയുന്നത്. നോർമലായിട്ടുള്ള പ്രഷർ എന്ന് പറയും. 120/80. സിസ്റ്റോളിക് പ്രഷർ 120, ഡയസ്റ്റോളിക് പ്രഷർ 80. അതാണ് നോർമൽ. അതിലെന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ് രക്തസമ്മർദ്ദം കൂടുന്നു. അപ്പം 120 മാറിയിട്ട് 180 ആകുന്നു. അപ്പോൾ ആകുമ്പം രക്തസമ്മർദ്ദം കൂടുന്നു, ബ്ലഡ് പ്രഷർ കൂടുതലാണെന്ന് പറയും. ഇപ്പോൾ കുറയുവാണെങ്കിലോ 120 താഴെ വരുവാണെങ്കിൽ ഡയസ്റ്റോളിക് പ്രഷർ അതുപോലെ കുറയുന്നു. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ എന്ത് പറയും? രക്തസമ്മർദ്ദം കുറവാണ്, ബ്ലഡ് പ്രഷർ കുറഞ്ഞു. പ്രശ്നങ്ങളുണ്ടാവും. നോർമലാണ് 120 80. അപ്പം പറയുന്നുണ്ട് ഈ അളവിൽ നിന്നും കൂടുന്നത് ഹൈപ്പർ ടെൻഷൻ. ബ്ലഡ് പ്രഷർ കൂടുന്നതിന് എന്താ പറയുന്നത്? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. അപ്പോൾ കുറയുന്നതിനോ ഹൈപ്പോ ടെൻഷൻ. ബ്ലഡ് പ്രഷർ കൂടുന്നതിന് ഹൈപ്പർ ടെൻഷൻ എന്നും കുറയുന്നതിന് ഹൈപ്പോ ടെൻഷൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഉപകരണമാണ് സിഗ്മോമാനോമീറ്റർ. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്.
സിഗ്മോമാനോമീറ്റർ. പിന്നീട് ഡിജിറ്റൽ BP അപ്പാരറ്റസ്. ഏതൊക്കെയാണ്? സിഗ്മോമാനോമീറ്ററും ഡിജിറ്റൽ BP അപ്പാരറ്റസുമാണ് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണങ്ങൾ. ഇനി വരുന്നത് വിപര്യനമാണ്, ഡബിൾ സർക്കുലേഷൻ. എന്താണ്? ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള രക്തം വീണ്ടും അതേ ഭാഗത്ത് എത്തുന്നതിനിടയിൽ എത്ര തവണ ഹൃദയത്തിലൂടെ കയറി ഇറങ്ങുന്നുണ്ട്? അപ്പൊ അതാണ് ഇവിടെ നോക്കുന്നത്. 2 പ്രാവശ്യം. പൾമനറി പര്യനം, സിസ്റ്റമിക് പര്യനം. അപ്പൊ അതെന്താണെന്ന് നോക്കാം. ഇപ്പൊ ശ്വാസകോശത്തിൽ വരുന്ന രക്തം ശ്വാസകോശ സിര വഴി ഹൃദയത്തിലെത്തുന്നു, വീണ്ടും അത് ശ്വാസകോശ ധമനി വഴി വീണ്ടും ശ്വാസകോശത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഇതാണ് പൾമനറി പര്യനം എന്ന് പറയുന്നത്. സിസ്റ്റമിക് പര്യനം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാധമനി വഴി രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു, വീണ്ടും ഊർധ്വ മഹാസിര അധോ മഹാസിര വഴി വീണ്ടും ഹൃദയത്തിലെത്തുന്നു. അപ്പൊ ഇതാണ് സിസ്റ്റമിക് പര്യനം. ഏത് തരത്തിലാണ്? 2 തരത്തിലുള്ള പര്യന വ്യവസ്ഥകളാണുള്ളത്. ഏതൊക്കെയാണ്? പൾമനറി പര്യനവും സിസ്റ്റമിക് പര്യനവും. സിസ്റ്റമിക് പര്യനം ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത്തെ ഏട്രിയത്തിലും, പൾമനറി പര്യനം വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിലും അവസാനിക്കുന്നു. രക്തപര്യനത്തിൽ ഒരേ രക്തം 2 പ്രാവശ്യം ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യനിലെ രക്തപര്യനം വിപര്യനം എന്നും അറിയപ്പെടുന്നു. അപ്പൊ എങ്ങനെയാണ്? സിസ്റ്റമിക് പര്യനം എന്ന് പറയുന്നത് ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത്തെ ഏട്രിയത്തിലും, പൾമനറി പര്യനം എന്ന് പറഞ്ഞാൽ വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിലും അവസാനിക്കുന്നു. രക്തപര്യനത്തിൽ ഒരേ രക്തം 2 പ്രാവശ്യം ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യനിലെ രക്തപര്യനം വിപര്യനം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇനി പറയുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യം. ഇപ്പൊ ഹൃദയത്തിൽ എങ്ങനെയാണ് തകരാറ് സംഭവിക്കുന്നത്? കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ഇതിന് അതിരോസ്ക്ലിറോസിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ കൊഴുപ്പ് കൂടുതലായിട്ടും ധമനി ഭിത്തികളിൽ അടിഞ്ഞുകൂടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥയാണ് അതിരോസ്ക്ലിറോസിസ്. ഇതിന്റെ ഫലമായി കൊറോണറി ധമനിയിൽ രക്തം കട്ടപിടിച്ച് കൊറോണറി ത്രോംബോസിസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇത് ഹൃദയാഘാതത്തിന് കാരണമാവുകയും ചെയ്തേക്കും. മസ്തിഷ്കത്തിലെ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതിനും പറയുന്ന പേരാണ് സ്ട്രോക്ക്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതിനും കാരണമാകുന്നു. അതിന്റെ പേരാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പം മനുഷ്യരിലെ ആഹാരത്തിന്റെ ദഹനവും പോഷകഘടകങ്ങളുടെ സംവഹനവും എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് സസ്യങ്ങളിലെ കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ സസ്യങ്ങള് വൻവൃക്ഷങ്ങളിലടക്കം വേരുകളിലൂടെ ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തുന്നതും ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യങ്ങളുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കിനി നോക്കാം. അപ്പം അതിനുവേണ്ടി 2 ഭാഗങ്ങളാണ് ഒരു സസ്യത്തിലുള്ളത്, സൈലവും ഫ്ലോയവും. അപ്പൊ സൈലം എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്, ട്രക്കീഡ്സും പെസലും. ഫ്ലോയത്തിനും ഉണ്ട് അതുപോലെ 2 എണ്ണം, സീവ്നാളിയും സഹകോശവും. അപ്പൊ സൈലത്തിലുള്ളത് ട്രക്കീഡ്, മൃതകോശങ്ങളാണ്. ഇലകളുടെ ചെറുഞരമ്പുകൾ രൂപപ്പെടുത്തുന്നു. നീളമുള്ള സ്പിൻഡിൽ ആകൃതിയിലുള്ളവ ബെസൽ മൃതകോശങ്ങളാണ്. കുറുകെയുള്ള ഭിത്തികൾ നശിച്ചു പോയതിനാൽ നീണ്ട പൈപ്പുകൾ പോലെ കാണപ്പെടുന്നു. ഫ്ലോയത്തിൽ എന്തൊക്കെയാണല്ലോ? സീവ്നാളി ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നു. കുറുകെയുള്ള ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു. സഹകോശം സീവനാളിയോടൊപ്പം ചേർന്ന് ആഹാര സംവഹനത്തിന് സഹായിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് ജല സംവഹനം നടക്കുന്നത്? അപ്പൊ ആദ്യം ഇത് വേരാണെന്ന് വെച്ചു. അപ്പൊ ഇത് വേരാണ്. അപ്പൊ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പൊ ഓസ്മോസിസ് മൂലം ജലം വേരുകളിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഓസ്മോസിസ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓസ്മോസിസ് മൂലം എന്ത് സംഭവിക്കുന്നു? കോശങ്ങളിലേക്ക്, ഈ വേരുകളിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. സൈലം കുഴലിലെത്തുന്ന ജലത്തിന്റെ ഉയർച്ചയ്ക്ക് റൂട്ട് പ്രഷർ ഒരു പരിധിവരെ സഹായിക്കുന്നു. ഇതിലൂടെ ഇങ്ങനെ ജലം ഇങ്ങോട്ട് പോയിട്ട് സസ്യസ്വേദനത്തിലൂടെ ഇലകളിൽ നിന്നും ജലം നഷ്ടപ്പെടുന്നത് സൈലം കുഴലുകളിലൂടെയുള്ള ജലത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. ജലതന്മാത്രകളുടെ കൊഹിഷൻ അഡ്ഹീഷൻ ബലങ്ങൾ ഈ പ്രക്രിയയെ സഹായിക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ജലം ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് മുകളിൽ ചെന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓസ്മോസിസിലൂടെ ഇലകളിലെ കോശങ്ങളിലെത്തുന്നു ഈ ജലം. എന്നിട്ട് സ്വേദനം മുഴുവൻ പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ ഒരു സ്റ്റൊമേറ്റ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലേക്കൂടെ ഈ ജലം പുറത്തേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറി വരുന്നു. ഇങ്ങനെയാണ് ജലസംവഹനം നടക്കുന്നത്. ഇനി സസ്യങ്ങളിൽ ആഹാര സംവഹനം എങ്ങനെയാണ് നടക്കുന്നത്? അപ്പൊ ജലമൊക്കെ സംവഹനം നടക്കും. ജലത്തിന്റെ സംവഹനം നടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടു, സൈലം വഴി. പിന്നെ ആഹാരത്തിന്റെ നിർമ്മിക്കപ്പെടുന്ന ഗ്ലൂക്കോസിനെയും
രൂപത്തിൽ സീവ് നാളികളിലേക്ക് ഊർജ്ജം ഉപയോഗിച്ച് കടത്തുന്നു. സീവ് നാളി എവിടെയാണുള്ളത്? ഫ്ലോയത്തിലാണുള്ളത്. അപ്പോൾ ഫ്ലോയമാണ് ആഹാര സംവഹനത്തിൽ പങ്കുവഹിക്കുന്നത്. ഉയർന്ന ഗാഢത അടുത്തുള്ള സൈലം കുഴലുകളിൽ നിന്നും ജലം അവിടേക്ക് പ്രവേശിക്കുന്നതിന് കാരണമാകുന്നു. തന്മൂലമുണ്ടാകുന്ന ഉയർന്ന ടർഗർ സംഭരിച്ചു വെക്കുന്നു പല രൂപങ്ങളിൽ അല്ലേ? ഫ്രക്ടോസ്, അന്നജം, അങ്ങനെ വിവിധ രൂപങ്ങളിൽ സംഭരിച്ചു വെക്കുന്നു. അതാണ് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത്. ചില സസ്യങ്ങളുടെ ഇലകളിൽ അരികുകളിൽ തങ്ങി നിൽക്കുന്ന ജലകണികകൾ. അപ്പൊ അതെന്താണ്? സസ്യ സ്വേദനം മൂലം. പ്രോട്ടീൻ, അന്നജം, കൊഴുപ്പ് എന്നിങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ സസ്യങ്ങൾ സംഭരിക്കുന്ന ആഹാരം പരപോഷികളായ ജീവികൾ ആഹാരിക്കുക വഴി ജീവലോകത്തിന്റെ നിലനിൽപ്പ് സാധ്യമാകുന്നു. പ്രോട്ടീൻ, അന്നജം, കൊഴുപ്പ് തുടങ്ങിയവ ആയിട്ട് സസ്യങ്ങൾ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കും. ഇതെല്ലാം പരപോഷികളായ ജീവികൾ ആഹാരിക്കുന്നു. അതുവഴി ജീവലോകത്തിന്റെ നിലനിൽപ്പ് സാധ്യമാകുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്ററും കൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് 3 ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോഴത്തേക്ക് ഈ 3 ചാപ്റ്റർ നല്ലപോലെ പഠിച്ചു കഴിയും.